സ്വയംബായ ഭക്തി സ്വയമേ ഉണ്ടായ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. ആ സ്വയംബായ ഭക്തി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. എന്നാൽ അറിവില്ലാത്ത ഭക്തിയുണ്ട്. ഭഗവാനാണ് ഒരു തിരിച്ചറിവ് ഉള്ളത്തിലങ്ങുണ്ടായാൽ വേറെ ഒന്നിനെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിലും അങ്ങ് ഭക്തിയാണ്. അങ്ങനെയുള്ളവർക്കും ശക്തി ഭവിക്കാറുണ്ട്. പക്ഷെ അവർക്കൊന്നിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അങ്ങനെ ഭക്തി വർദ്ധിച്ച് ശക്തി ഭവിച്ചാൽ ബോധം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിവില്ലാതെ പോയാൽ പല കുഴപ്പങ്ങളിലും പോകും. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഭക്തിയുടെ ഒരു പ്രത്യേകത അതാണ്. ഭക്തി ശക്തി അങ്ങ് സ്വീകരിക്കും. അപ്പോൾ നമുക്ക് അറിവോടുകൂടിയ ഭക്തിയാണ് എപ്പോഴും പ്രാപ്തമായി നമ്മൾ തന്നെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിതം ചെയ്ത് ഇതിനെ അനുഭവിക്കുവാനുള്ള ഒരു സുഖാനുഭവം നമ്മൾ നിലനിർത്തി തരുന്നു. അപ്പോൾ നമുക്ക് അറിവ് ആദ്യം ഉണ്ടാവണം. ആ അറിവിൽ കൂടി നമ്മൾ ഭക്തി നിലനിർത്തണം. ആ ഭക്തി നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശമായി തീരുകയാണ്. അവിടെയാണ് ഭക്തൻ പരിപൂർണൻ മനം ഉൾക്കണ്ണു തെളിഞ്ഞോൻ ആ കണ്ണു തെളിഞ്ഞിടുകിൽ മുക്തി പ്രവാഹം എന്ന് ഭഗവാൻ കൽപ്പിച്ചത് അതുകൊണ്ടാണ്. ആ സ്ഥിരപ്രകാശം നിത്യപ്രകാശം ഭവിച്ചു കഴിഞ്ഞാൽ മുക്തിപ്രവാഹമാണെന്ന് പറഞ്ഞാൽ ആ ആൾ പിന്നെ വേറൊരു അന്ധകാരത്തിലേക്കും പോവുകയില്ല, നേരെ ആ നിത്യാനന്ദ രാജ്യത്തിലേക്ക് അങ്ങ് ചേരുകയാണ്.